എന്താടാ മക്കളെ, പോകാം. ഒന്ന് വേഗം വാ മക്കളെ. സാവിത്രി, സാവിത്രി, ഒന്ന് വേഗം വാ, നേരെ ഒരുപാടായി. ഒന്ന് വേഗം കയറിക്കേ. നിനക്ക് വെളുപ്പിനെ വന്നൊന്ന് വിളിച്ചുകൂടായിരുന്നു? ഞാനാണെങ്കിൽ പാതിരായി വന്ന് കിടന്നപ്പോ. ഞാൻ ഉറങ്ങിപ്പോയി ചേട്ടാ. മതി മതി, നിന്റെ ഒരു ഉറക്കം. കയറിക്ക, പോവാ. നടക്കണ മക്കളെ. സാവിത്രി, നീ എപ്പോഴാ വന്നേ, എന്തിനാ വന്നേ, എങ്ങോട്ടാ പോകുന്നേ, ഒന്ന് പറഞ്ഞിട്ട് പോ. എന്നെ ഇങ്ങനെ ഈ വെയിലത്ത് കൊടയം പിടിപ്പിച്ച് ബാഗും കക്ഷത്തിൽ വെപ്പിച്ച് ഒരുത്തൻ എന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ. അങ്ങേരെ എന്നോട് ചോദിക്കും, നീ എന്തിനാ വന്നേ, എപ്പോഴാ വന്നേ, എങ്ങോട്ടാ പോകുന്നേന്ന്. അതിന് സമാധാനം പറഞ്ഞിട്ട് പോ. ഞാൻ താമസിച്ചു പോയി വിളിച്ചേട്ടാ. അല്ലെങ്കിൽ പിന്നെ ഞാനെന്താ പറഞ്ഞേ, നേരത്തെ വന്നു നിന്നോ. സമയത്തെ നോക്ക്. ഇനിയിപ്പോ സമയം നോക്കി എന്താ കാര്യം? സൂര്യന്റെ നെറുകന്തലയിലെത്തി. നിന്നോട് പണിക്ക് വിളിക്കുന്നതേ നിന്റെ ഈ ആട്ടവും കുലുക്കവും കാണാനൊന്നും അല്ല, പട്ടിണി കൂടാതെ ജീവിച്ചോട്ടേന്ന് കരുതിയ. ഇനി ഞാൻ താമസിച്ചു വരില്ല. അതാ വേണ്ടത്. നാളെ പോലെ നേരത്തെ ഇനി പോരെ. ഇപ്പൊ ദേ വെയിൽ മൂക്കുന്നതിന് മുമ്പേ തണൽ വെച്ചെങ്ങ് നടന്നോ, സുഖമായിട്ട് വീട്ടിലെത്താം. പൈക്ക. പിള്ളച്ചേട്ടൻ ജോലിക്ക് നിർത്തുന്നില്ല. വേണ്ട, നീ അവിടെ എവിടെയെങ്കിലും പോയിരിക്കും, നമുക്ക് ഒരുമിച്ച് പോവാം. അതെ, സുരേന്ദ്രൻ കുഞ്ഞ് വന്നു. എടി സുരേന്ദ്രൻ കുഞ്ഞ് വന്നു. ഞാൻ വരുന്നു. എന്താ നാട്? കാറ് കണ്ടപ്പോഴേ മനസ്സിലായി കുഞ്ഞാണെന്ന്, അതുകൊണ്ടാ ഓടിയത്. അങ്ങനെ ഓടുമൊന്നും വേണ്ട. അല്ല, പിന്നെ സാവിത്രി എന്താ എവിടെ നിൽക്കുന്നത്? ജോലി ചെയ്യുന്നില്ലേ? എന്താ സാവിത്രി, സുഖമല്ലേ? ഇന്ന് ജോലി ചെയ്യണ്ടെന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞു. എന്താണോ? എന്റെ കുഞ്ഞ് ഇപ്പഴാ ജോലിക്ക് വന്നതെന്ന്. ഉച്ച കയറാൻ സമയമായി. ഇത് കണ്ട സമയം നോക്ക്. അത് പിന്നെ അങ്ങനെ അല്ലയോ? അത് ശരി. ചിലപ്പോഴൊക്കെ ഒന്ന് താമസിച്ചൊന്നും വരും. അത് ശരി. അറിവും പരിചയമുള്ളവരോട് ഒരു വിട്ടുവീഴ്ചയൊക്കെ വേണ്ടയോ? അത് വേണം. സാവിത്രിക്ക് വീട്ടിലെന്തെങ്കിലും ജോലിയാണോ? സാവിത്രി പോയി പണി ചെല്ലേ. പോയിക്കോ. പിള്ളേ, എന്തോ ഇതുപോലുള്ള പെമ്പിള്ളാരെ വേണം ജോലിക്ക് നിർത്താൻ. ചേച്ചി, നാളെയെങ്കിലും എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം. ഈ കീറിയ പാവാടയും ബ്ലൗസ് ഇട്ടുകൊണ്ട് എങ്ങനെയാ? നോക്കട്ടെ, ഇന്ന് എങ്ങനെയെങ്കിലും വാങ്ങിച്ചു തരാം. കപ്പയും ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, എനിക്കിവിടെ തരുമോ? ഞങ്ങൾ പാവങ്ങളാണ്. പാവങ്ങളെ എനിക്കിഷ്ടം. അല്ലേടി? എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സാവിത്രി? എന്താ പറ. എനിക്കിത്തിരി കാശ് വേണമായിരുന്നു. കൂലി തീർക്കുമ്പോ ഞാൻ കടം കെട്ടിക്കൊള്ളാം. അമ്മ വരുമ്പോ ചോദിക്കാമെന്ന് വിചാരിച്ചതാ. അമ്മ ഇന്ന് വന്നില്ലല്ലോ. അതിന് അമ്മ വരണമെന്നുണ്ടോ? എന്നോട് ചോദിച്ചാ പോരെ. സാവിത്രിക്ക് എത്ര കാശ് വേണ്ടത്? ഞാൻ പിള്ളേരോട് പറഞ്ഞേക്കാം. സാവിത്രിക്ക് ആവശ്യമുള്ള കാശ് വെച്ചു. ഞാൻ പറ്റേ. പ്രവീലേ, പ്രവീലേ, പ്രവീലേ. നാശം. എന്തിനാ എങ്ങനെ വിളിച്ചു പോകുന്നത്? അനങ്ങാതെ കിടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എനിക്ക് മരുന്ന് കുടിക്കാൻ സമയമായി അല്ലേ?
കുറെ നാളായില്ലോ മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് സുഖാവും അല്ലേ പ്രമീളെ? ആ സുഖമാവും, മരുന്ന് കുടിക്കേ. ഇതെവിടെയുണ്ട്? ഇത് എവിടെ ഇടണ്ടെന്ന്? ആ അവിടെ തന്നെ ഇട്ടേക്കൂ. ഇന്നലെ കൊണ്ടുവരാമെന്നല്ലേ പറഞ്ഞു? ഇന്നലെ രാത്രി ആയിപ്പോയി. രാത്രി ശിവരാമൻ ഇവിടെ വന്നാൽ എന്താ, ആരെങ്കിലും പിടിച്ച് തിന്നു കളയുമോ? ഈ ശിവരാമൻ ഒരു പൊട്ടനാ. പെണ്ണുങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാകില്ല. പ്രമീളെ, പ്രമീളെ, ഇപ്പൊ ഈ മനുഷ്യൻ ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ട വല്ല കാര്യമുണ്ടോ? സുഖമില്ലെങ്കിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കിടന്നുകൂടെ? ഞാൻ പോട്ടെ, വരട്ടെ. അമ്മേ, മീൻ ശിവരാമേട്ടൻ വാങ്ങിച്ചെന്നാ. വറുത്തരച്ച് വെക്കാം, അതാ ശിവരാമേട്ടന് ഇഷ്ടം. ഞാൻ മീൻ നന്നാക്കാൻ എന്നിട്ട് കുളിക്കാം. അവളോട് പോയി സുമതി. സുമതി, എടി സുമതിയേ. എന്താ? കുറച്ച് മണവും മല്ലി എടുത്ത് വറുത്തരച്ചേ. ആ ചേച്ചി മേടിച്ചോ? അയ്യോ ഇല്ലടി, നാളെ ആട്ടെ. വേണ്ട, നാളെയും വേണ്ട, ഒരിക്കലും വേണ്ട. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴല്ലേ ഉള്ളൂ. എന്താണ് നിന്ന് കിടങ്ങുന്നത്? പറഞ്ഞു കേട്ടില്ലേ? കേൾക്കാൻ മനസ്സില്ല. ഇല്ല പോ. ഒരു പാവാടിയും ബ്ലൗസും മേടിച്ചു തരാൻ പറഞ്ഞിട്ട് ഇനി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോകുന്നില്ല, എവിടെയും പോകുന്നില്ല. പാവം. നല്ല ചേച്ചി. അച്ഛാ, ദേ പുതിയ പാവാടിയും ബ്ലൗസിന് തുണിയാ, ചേച്ചി മേടിച്ചു തന്നതാ. രൂപ കുറെ ആയിട്ടുണ്ടാവും, കാശൊക്കെ വെറുതെ കളയുക. കൊള്ളാല്ലേ അച്ഛാ? 10-30 രൂപ ആയി കാണും. ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു അത്യാവശ്യം. ആരാ ഒന്ന് സഹായിക്കുക? എടി മറി, മോളോടൊന്ന് പറ. ഒരു 2 rupees. ഇപ്പൊ പറയുന്നില്ല, ആ കാശ് കൊണ്ട് കള്ളി ഷാപ്പിൽ പോകാനല്ലേ? നീ പോടിയോളൂ. നിന്നെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലമായി, എങ്ങനെയോ 2 പിള്ളേരും ഉണ്ടായിപ്പോയി. ഇന്ന് വരെ നീ എന്നെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നാക്കെടുത്താ കള്ളൂടിയം കൊള്ളരാത്തവൻ. നീ ഇങ്ങനെ പറയാൻ കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെന്നെ വക വയ്ക്കൂ. പൊടിയോളൂ. നീ മാധവിയല്ല, മൂധവിയാ. എന്താണ് ആകപ്പാടെ ഒരു കശപിശ? ഒന്നുമില്ലട മോനെ, ഒരു 2 rupees. കള്ളുടിക്കാൻ സമയമായി. എന്റെ വടക്കുന്നാഥാ,